ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം. പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപക പരാതി. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധം. DYFI മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ള തന്നെയാണ് പുനർജനി തട്ടിപ്പെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നേമത്ത് താൻ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി. കയ്പമംഗലത്ത് നിന്നും കാണാതായ 4 മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതർ. വള്ളത്തിലുള്ളവർ കരയിലുള്ളവരെ ഫോണിൽ വിളിച്ചതായി മത്സ്യത്തൊഴിലാളികൾ. കുന്നംകുളം തൃശൂർ റോഡിൽ ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടി പാചകവാതകം ചോർന്നു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടി പാചകവാതകം ചോർന്നത്. സംസ്ഥാനത്ത് കോഴിയിറച്ചിക്കും കോഴിമുട്ടയ്ക്കും വില കുതിക്കുന്നു. ഒരു മാസത്തിനിടയിൽ കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 45 രൂപയോളം വർദ്ധിച്ച് 165 രൂപയിലെത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ 300ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. ഇതുവരെ 106 പേരാണ് വാഹനങ്ങൾ കത്തിനശിച്ചതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നും കൂടുതൽ പേർ പരാതി നൽകാൻ എത്തുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇനിയും കൂടുതൽ വ്യക്തത ലഭിക്കാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പാർക്കിംഗ് ഏരിയയിൽ 13 CCTV ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. ഈ ക്യാമറകളും ഹാർഡ് ഡിസ്കും പൂർണ്ണമായും കത്തിനശിച്ചു. ഹാർഡ് ഡിസ്ക് പോലീസ് ലാബ് പരിശോധനയ്ക്ക് അയക്കും. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. പോലീസിന് പുറമെ റെയിൽവേയും സമാന്തരമായി സംഭവം അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പാർക്കിംഗ് കേന്ദ്രം ഇൻഷുറൻസ് ചെയ്യാത്തത് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് പ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചു. തീപിടുത്തമുണ്ടായ പാർക്കിംഗ് പ്രദേശത്ത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് നിയമങ്ങളുടെ ലംഘനമുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നോട്ടീസ് അയച്ചത്. 7 ദിവസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം ഗേറ്റിലുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിൽ അഗ്നിബാധയുണ്ടായത്. റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപക പരാതി. വൻതുക വാങ്ങുന്ന കരാറുകാർ മോശം പാർക്കിംഗ് സൌകര്യമാണ് ഒരുക്കുന്നതെന്ന് പരാതി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ തീപിടുത്തമുണ്ടായി 300ഓളം ബൈക്കുകൾ കത്തിനശിച്ചതിന് പിന്നാലെ പാർക്കിംഗ് ഗ്രൌണ്ട് നടത്തിപ്പുകാർക്കെതിരെ വ്യാപക പരാതി ഉയരുകയാണ്. ഇടുങ്ങിയ സ്ഥലങ്ങളിലാണ് പലയിടത്തും പാർക്കിംഗ് ഷെഡുകൾ. തീ പടരുന്ന സാഹചര്യമുണ്ടായാൽ കെടുത്താനുള്ള സംവിധാനമില്ല. വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പോലും പാലിക്കാറില്ല. വാഹനം നഷ്ടപ്പെടുകയോ മറ്റ് അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് നടത്തിപ്പുകാരുടെ നിലപാട്. റെയിൽവേ നിർദ്ദേശിക്കുന്ന യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ ഇല്ലെന്ന് ഇവിടെ വാഹനങ്ങൾ സൂക്ഷിക്കുന്നവർ പറയുന്നു. അപകടമുണ്ടായാൽ പെട്ടെന്ന് വാഹനങ്ങൾ എടുത്തു നീക്കാനാവാത്ത വിധം തിങ്ങിഞ്ഞെരുങ്ങിയാണ് പാർക്കിംഗ്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കുന്നതിലും അലംഭാവം പുലർത്തുന്നതായി പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നവർ പറയുന്നു. TCV തൃശൂർ. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് DYFI മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കോടാലിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. DYFI കൊടകര മേഖലാ സെക്രട്ടറി PD നെൽസൺ അധ്യക്ഷത വഹിച്ചു. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി റോസ് രാജ്, CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, DYFI മറ്റത്തൂർ മേഖലാ സെക്രട്ടറി CK ശ്രീജിത്ത്, നേതാക്കളായ PC ഉമേഷ്, PS പ്രശാന്ത്, PK രാജൻ എന്നിവർ സംസാരിച്ചു. Yeah.
ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ള തന്നെയാണ് പുനർജനി തട്ടിപ്പെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശിവൻകുട്ടി. എന്നാൽ പുനർജനി രാഷ്ട്രീയ ആയുധമാക്കില്ല. പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ അത് കാര്യമില്ലാതെ ആയിരിക്കില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ കഴിയില്ല. രാജ്യം കടന്നുള്ള കാര്യമായതുകൊണ്ടാണ് സിബിഐ അന്വേഷണത്തിന് പറഞ്ഞത്. നേമത്ത് താൻ മത്സരിക്കണോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതേപോലുള്ള ഒരു സ്ഥാനം പ്രോട്ടോകോൾ പ്രകാരം ഉള്ളതാണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതെങ്കിലും കാര്യമില്ലാതെയും അല്ലെങ്കിൽ ബോധപൂർവ്വം രാഷ്ട്രീയം വെച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്തെങ്കിലും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിയമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നിയമത്താരും മത്സരിക്കണോ തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ ഞങ്ങൾ ഇതിനകത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നു. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതരായി ചാവക്കാട് ബീച്ചിലെത്തി. മതിലകം കൂളിമുട്ടം സ്വദേശി ജ്യോതി, കയ്പമംഗലം സ്വദേശി മുകേഷ് എന്ന സുനിൽ, പെരിഞ്ഞനം സ്വദേശികളായ ഉണ്ണി, സുനി എന്നിവരാണ് ഇന്ന് ഉച്ചയോടെ ചാവക്കാട് പ്ലാങ്ങാട് ബീച്ചിൽ എത്തിയത്. ഇന്നലെ രാത്രി കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിന് തെക്ക് ഭാഗത്തു നിന്നും ഇവർ മത്സ്യബന്ധനത്തിന് പോയ പിള്ളേർ എന്ന വള്ളം കാണാതായിരുന്നു. അഴീക്കോട് ഫിഷറീസ്, അഴീക്കോട് തീരദേശ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ മറ്റു തൊഴിലാളികളുടെ സഹായത്തോടുകൂടി ചാവക്കാട് ബീച്ചിൽ എത്തിയത്. കുന്നംകുളം തൃശൂർ റോഡിൽ ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടി പാചകവാതകം ചോർന്നു. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടി പാചകവാതകം ചോർന്നത്. ശബ്ദം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസി നോക്കിയപ്പോഴാണ് പാചകവാതകം ചോരുന്നത് കണ്ടത്. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ, കുന്നംകുളം പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. ഗെയിൽ ജീവനക്കാരെ വിവരം അറിയിക്കുകയും കരാർ ജീവനക്കാർ സ്ഥലത്തെത്തി 1 മണിക്കൂറിന് ശേഷം പാചകവാതക ചോർച്ച നിയന്ത്രണ വിധേയമാക്കി. ചൊവ്വന്നൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൻതോതിൽ ഗ്യാസിന്റെ ഗന്ധം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും തുടർന്ന് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. സുരക്ഷാ മുൻകരുതലുകളുടെ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് കോഴിയിറച്ചിക്കും കോഴിമുട്ടയ്ക്കും വില കുതിക്കുന്നു. 1 മാസത്തിനിടയിൽ കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 45 രൂപയോളം കൂടി 165-ലെത്തി. മുട്ടയ്ക്ക് 8 രൂപയാണ് വില. ഡിസംബർ മാസം തുടക്കത്തിൽ 118-120 രൂപയായിരുന്നു കോഴി വില. ക്രിസ്മസിന് വില 145 കടന്നു. കോഴിക്കുഞ്ഞുങ്ങളുടെ വില കൂടിയതും പ്രാദേശിക ഉൽപാദനം ഇടിഞ്ഞതുമാണ് കോഴിവില വർദ്ധിക്കാൻ കാരണമെന്ന് മൊത്തക്കച്ചവടക്കാർ പറയുന്നു. 35-40 രൂപയുണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 50 രൂപയാണ് ഇപ്പോഴത്തെ വില. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപകമായി മുട്ട കയറ്റിവിടുന്നതിലും വില വർദ്ധിക്കാൻ കാരണമായി. വിലവർദ്ധനവ് ഹോട്ടൽ, ഭക്ഷ്യമേഖലയെയും ബാധിച്ചിട്ടുണ്ട്. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് ആശ്രമം പള്ളിയുടെ ഭാഗമായ 2 കപ്പേളയിൽ മോഷണം. നേർച്ചപ്പെട്ടി കുത്തി തുറന്നാണ് മോഷണം നടന്നത്. ഒരു കപ്പേളയുടെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്ന് വാതിൽ കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ആയുധം ലഭിച്ചിട്ടുണ്ട്. താഴ് തകർത്താണ് മോഷണം നടത്തിയത്. മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. തൃശൂരിൽ നടക്കുന്ന രാജ്യാന്തര നാടകോത്സവത്തിന് ഇന്നു മുതൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. തിയേറ്റർ ഫെസ്റ്റിവൽ കേരള എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്കിംഗ്. 90 രൂപയാണ് ടിക്കറ്റ് വില. ഒരാൾക്ക് ഒരു നാടകത്തിന്റെ 2 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്ത് ഇഷ്ടമുള്ള നാടകങ്ങൾ തിരഞ്ഞെടുത്ത് ഓൺലൈനായി പണമടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. പണമടച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പ്, മെയിൽ എന്നിവ വഴി ടിക്കറ്റ് ലഭിക്കും. ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെയാണ് രാജ്യാന്തര നാടകോത്സവം തൃശൂരിൽ അരങ്ങേറുന്നത്.
ദേശീയപാത കറുകുറ്റിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ കൊരട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. കട്ടപ്പുറം പുറത്തൂർ വീട്ടിൽ ജൂബിയുടെ മകൻ 18 വയസ്സുള്ള അലൻ ജെയ്സ് ആണ് മരിച്ചത്. അലൻ ജെയ്സ് ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ യുവാവിനെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് മരണം സംഭവിച്ചു. അവസാനത്തെ ഭരണവും നഷ്ടപ്പെടുമെന്നതിന്റെ മരണവെപ്രാളത്തിലാണ് CPM എന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സതീഷ് ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭരണം പിടിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, ട്രഷറർ KS വിദ്യാസാഗർ, PS അനിൽകുമാർ, TB സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു രാത്രി കൊണ്ടൊന്നും നേരം വെളുക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ഏത് സാഹചര്യത്തിലൂടെയാണ് വെനീസിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ബന്ദിയാക്കി രാജ്യം പിടിച്ചെടുത്ത അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ച് CPI തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ മുൻപിൽ നടന്ന പ്രതിഷേധ സദസ്സ് CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണ്ഡലം സെക്രട്ടറി GB കിരൺ, റോസിലി, I സതീഷ് കുമാർ, കൌൺസിലർ ഷാജു കുണ്ടോളി എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട കെട്ടിടം ഉദ്ഘാടനം നടത്തിയതായി പരാതി. കിഴക്കേക്കോട്ടയിൽ മേഘാട്ടകുളം സ്ക്വയറിൽ ബ്രൈറ്റ് സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനമാണ് ഉദ്ഘാടനം നടത്തിയത്. നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. അനധികൃത നിർമ്മാണം എന്ന് ചൂണ്ടിക്കാട്ടി ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് കോർപ്പറേഷൻ ഉത്തരവിട്ടിരുന്നു. നഗ്നമായ നിയമലംഘനമാണ് നടന്നതെന്ന് പരാതിക്കാരനായ ഒല്ലൂർ സ്വദേശി റോബിൻ പറഞ്ഞു. എന്നാൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട പരാതികൾക്കെല്ലാം പരിഹാരം കണ്ടതായി സ്ഥാപനോടമ ജോർജ് പറഞ്ഞു. കോടതിയിൽ നിലനിന്നിരുന്ന കേസുകൾ തീർപ്പാക്കിയതായും ജോർജ് പറഞ്ഞു. ഉപയോഗശൂന്യമായ പെട്ടിക്കടയും ഷെഡും മാള വലിയപറമ്പ് ജംഗ്ഷൻ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇവ നീക്കം ചെയ്യണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിച്ച കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി മാള പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ വീണ്ടും പ്രതീക്ഷകൾ ഉയരുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച് 2 വർഷം മുൻപ് മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകിയ വായനശാലയുടെ സെക്രട്ടറി PK രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റായ സാഹചര്യത്തിൽ വിഷയം വീണ്ടും ചർച്ചയായി. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് 20 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന പെട്ടിക്കടയുടെ മേൽക്കൂര തകർന്ന നിലയിലാണ്. 4 റോഡുകൾ ചേരുന്ന ഭാഗത്ത് കാഴ്ച മറയ്ക്കുന്ന നിലയിലാണ് പെട്ടിക്കടയും ഷെഡുമുള്ളത്. ഇതിനോട് ചേർന്ന് ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുത തൂണും സ്ഥാപിച്ചിട്ടുണ്ട്. കാഴ്ച മറയ്ക്കുന്നതിനൊപ്പം വലിയ പറമ്പ് ജംഗ്ഷൻ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇവയെല്ലാം. റോഡിന്റെ വളവിലുള്ള ഇവ അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. അംഗപരിമിതനായ ഒരാൾക്ക് വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ചിരുന്ന പെട്ടിക്കടയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. കടയുടമ മരിച്ച് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉപയോഗശൂന്യമായി കിടക്കുന്ന പെട്ടിക്കട നീക്കം ചെയ്യാനായിട്ടില്ല. സ്ഥലം പൊതുമരാമത്തിന്റെയാണെങ്കിലും അപകടാവസ്ഥയും ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് ഇടപെടാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV ന്യൂസ് മാള. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വീതി കുറഞ്ഞ വെട്ടിക്കടവ് പാലം റോഡ് അപകട ഭീഷണിയാകുന്നു. പോർക്കുളം പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത്. റോഡിന് ഒരു വശത്ത് 10 അടിയോളം താഴ്ചയിൽ പാടവും മറുഭാഗത്ത് തോടുമാണ്. റോഡ് നവീകരിക്കുമ്പോൾ റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വർഷം 5 കഴിഞ്ഞിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങിയിട്ടില്ല. മാനവ വികസനത്തിന്റെ ഏത് സൂചിക എടുത്താലും കേരളത്തിന്
അഭിമാനവഹമായ സ്ഥാനം കൈവരിക്കാനായത് ജനകീയാസൂത്രണം കൊണ്ടാണെന്ന് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും തോമസ് ഐസക് പറഞ്ഞു. കോസ്റ്റ് ഫോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ത് നിയമം ഉണ്ടാക്കണമെങ്കിലും ജനപിന്തുണ വേണം. അതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛ കേരളത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നതിന് ഭാവിയുടെ പരീക്ഷണം നടത്തുന്നതിനും ഒരു ബഹുജന പ്രസ്ഥാനം വേണം. അങ്ങനെയാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. 1997 ജനകീയാസൂത്രണം ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്ത് 60% ദാരിദ്ര്യ നിരക്ക് 0.5 എന്ന രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിക്കാനും അതിദാരിദ്ര്യം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഈ മാറ്റത്തിന് പ്രാദേശിക സർക്കാരുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ വിചാരിച്ച പോലെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രാദേശിക സാമ്പത്തിക വികസന കാര്യത്തിൽ പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്താനായില്ലെന്നതും ദൗർബല്യങ്ങളായി കാണണം. തൊഴിലും നൈപുണ്യ വികസനവും ഒരു ക്യാമ്പയിനാക്കി മാറ്റി അതിൽ സ്ത്രീ തൊഴിൽ ആസ്പദമാക്കി പ്രാദേശിക സാമ്പത്തിക വികസന പരിപാടി ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ ആസൂത്രണത്തിലുണ്ടായ ദൗർബല്യങ്ങളെ പരിഹരിക്കാനാകുമെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. പ്രാദേശിക ഭരണവും ഉൾച്ചേർന്ന വികസനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സി അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ വി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, മുൻ ചീഫ് സെക്രട്ടറിമാരായ SM വിജയാനന്ദ്, ശാരദാ മുരളീധരൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. TCV തൃശൂർ. കേരള ഫോക്ലോർ അക്കാദമി യുവ പ്രതിഭാ പുരസ്കാരത്തിന് പൂതൻതിറ കലാകാരൻ തിരുവില്ലാമല കണിയാർക്കോട് തെക്കേ മുല്ലക്കൽ സുധി ഉണ്ണികൃഷ്ണൻ അർഹനായി. ലിംഗ ബുക്സ് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ ആരവം പുരസ്കാരം, 2022 കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് എന്നിവ നേടിയിട്ടുണ്ട്. തെക്കേ മുല്ലക്കൽ പരേതനായ ഉണ്ണികൃഷ്ണന്റെയും കാർത്തിയാനിയുടെയും മകനാണ് സുധി ഉണ്ണികൃഷ്ണൻ. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് ജംഗ്ഷൻ മുതൽ പുത്തൻചിറ മണിയാങ്കാവ് വരെ റോഡിൽ പൊടിശല്യം രൂക്ഷം. നവീകരണത്തിന്റെ ഭാഗമായി കരാറുകാരൻ കോൺക്രീറ്റ് അടങ്ങിയ മെറ്റൽ മിശ്രിതം റോഡിലിട്ടിരുന്നു. ഇതാണ് പൊടിശല്യം രൂക്ഷമാകാൻ കാരണം. ആളൂർ തുരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയം ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം ഡിനോ കൈനാടത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സമ്മാനിച്ചു. മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി സൌത്ത് റോട്ടറി ക്ലബിനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പരിസ്ഥിതി പ്രവർത്തകൻ VK ശ്രീധരനും ഏറ്റുവാങ്ങി. സാംസ്കാരിക നിലയത്തിന്റെ 20ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാതേലി അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ്, ബൈജു കണ്ണൂക്കാടൻ, MC ഷാജു, ഡെൻസി ഡെൻപോൾ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി മുസരീസ് ബിനാലയുടെ ഔട്ട്റീച്ച് പരിപാടിയായി ആനന്ദിന്റെ രചനാലോകം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന സെമിനാർ ഇരിങ്ങാലക്കുടയിൽ നടക്കും. KLE രാമചന്ദ്രൻ ക്യൂറേറ്റ് ചെയ്യുന്ന കാലം കലാപം എന്ന പരമ്പരയുടെ ഭാഗമായി ഗായത്രി ഓഡിറ്റോറിയത്തിൽ ശനി ഞായർ ദിവസങ്ങളിലായാണ് സെമിനാർ നടക്കുക. ശനിയാഴ്ച രാവിലെ 10-ന് M മുകുന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ആനന്ദിന്റെ ശില്പങ്ങളുടെ പ്രദർശനം ബോസ് കൃഷ്ണമാചാരിയും വൈകിട്ട് 4-ന് നടക്കുന്ന സാംസ്കാരിക സംവാദം മന്ത്രി R ബിന്ദുവും ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് നടക്കുന്ന സമാപന സമ്മേളനം കവി K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ പ്രഭാഷണങ്ങൾക്ക് പുറമെ ഗസൽ, ചവിട്ടുനാടകം എന്നിവയും അരങ്ങേറുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ P പവിത്രൻ, KLE രാമചന്ദ്രൻ, രാജീവ് മേനോൻ എന്നിവർ പങ്കെടുത്തു. തൃത്താല മണ്ഡലത്തിന്റെ വികസന നേട്ടങ്ങൾ ഇനി ഒറ്റനോട്ടത്തിൽ കാണാം. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയിലെ ഉൽപ്പന്ന പ്രദർശന സ്റ്റാളിലാണ് തൃത്താലയുടെ മിനിയേച്ചർ രൂപം ഒരുക്കിയിട്ടുള്ളത്. 24 അടി നീളത്തിലും 4 അടി വീതിയിലുമായി ഒരുക്കിയ മിനിയേച്ചർ രൂപം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS അധ്യക്ഷ ലത സൽഗുണൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ലീന രവി,
CDS അംഗങ്ങളായ ശാന്ത, ലളിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ 984 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളാണ് ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. 102 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് മിനിയേച്ചറിലെ പ്രധാന ആകർഷണം. ഫെബ്രുവരിയിൽ നാടിന് സമർപ്പിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് കോളേജ്, കല്ലടത്തൂർ സ്കൂൾ എന്നിവയുടെ രൂപങ്ങളും ഇവിടെ കാണാം. 1 കോടി രൂപയ്ക്ക് നവീകരിച്ച മാങ്ങാട്ടുകുളവും 2 കോടി രൂപ ചെലവിൽ നവീകരിച്ച പാപ്പിക്കുളവും പരിസ്ഥിതി സൗഹൃദ വികസനത്തിന്റെ മാതൃകകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് ശൃംഖലയിലും കായിക രംഗത്തും മണ്ഡലം കൈവരിച്ച നേട്ടങ്ങളും മിനിയേച്ചറിൽ വ്യക്തമാക്കുന്നു. ചിത്രകലാ അധ്യാപകൻ ഗോപു പട്ടിത്തറയാണ് ഈ മിനിയേച്ചറിന്റെ ശില്പി. അദ്ദേഹത്തോടൊപ്പം 9ഓളം കലാകാരന്മാർ ചേർന്ന് 7 ദിവസങ്ങൾ കൊണ്ടാണ് തൃത്താലയുടെ വികസന ഭൂപടം പൂർത്തിയാക്കിയത്. സരസ് മേളയിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തൃത്താലയുടെ വളർച്ച നേരിട്ടറിയാനുള്ള അവസരമാണ് ഈ മിനിയേച്ചർ ഒരുക്കുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. 60 ആണ്ടോളം ഉടുക്കുകലയിൽ ജീവിതം സമർപ്പിച്ച എളനാട്ടിലെ ഈച്ചരത്ത് കുമാരൻ നായരുടെ ചരമവാർഷിക ദിനത്തിൽ ആചാരസ്മൃതി സംഘടിപ്പിച്ച ശിഷ്യന്മാർ ഉടുക്കുവാദ്യം കലയുപവസിക്കുന്നവരെയും കലാസാംസ്കാരിക മേഖലകളിൽ സവിശേഷമായ സംഭാവന നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണ സേവാ ഫൌണ്ടേഷൻ സെക്രട്ടറി KU ഷാജി ശർമ്മ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് MU കൃഷ്ണൻകുട്ടി, TH അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നാട്ടിക SNDP യൂണിയന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. നാട്ടിക യൂണിയൻ ഭാരവാഹികളായ PV സുദീപ്, മോഹനൻ കണ്ണമ്പുള്ളി, പ്രകാശ് കടവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച വാഹനങ്ങളുടെ ഉടമകൾക്ക് സൌജന്യ ഇൻഷുറൻസ് ക്ലെയിം സഹായവുമായി ഹാവു കോർപ്പറേഷൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ ഞായറാഴ്ച ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 300ഓളം ഇരുചക്ര വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ഈ ദുരന്തത്തിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് താങ്ങായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം സപ്പോർട്ട് കമ്പനിയായ ഹാവു കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സൗജന്യ സേവനങ്ങൾ പ്രഖ്യാപിച്ചത്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ഉടമകൾക്ക് സൗജന്യ ഇൻഷുറൻസ് ക്ലെയിം ഇന്റിമേഷൻ, ക്ലെയിം രജിസ്ട്രേഷൻ സപ്പോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിദഗ്ധ സംഘത്തിന്റെ സാങ്കേതിക സഹായമാണ് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസിയിലുള്ളവർക്കും ഈ സേവനം ഉപയോഗിക്കാം. ഇൻഷുറൻസ് നടപടിക്രമങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കി അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഹാവു കോർപ്പറേഷൻ മാനേജ്മെന്റ് അറിയിച്ചു. വാഹനത്തിന്റെ RC, ഇൻഷുറൻസ് പോളിസി, ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ രേഖകളുമായി ഹാവു കോർപ്പറേഷന്റെ 9895095100 എന്ന ഔദ്യോഗിക മൊബൈൽ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയോ ഫോൺ മുഖേന ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണെന്ന് ഹാവു കോർപ്പറേഷൻ ഫൗണ്ടർ സഞ്ജീവ് PVS അറിയിച്ചു. വെനീസിലേക്ക് നേരെയുള്ള അമേരിക്കൻ അധിനിവേശത്തിനെതിരെ CPI ML റെഡ് സ്റ്റാറിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രൊവിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുബ്രഹ്മണ്യൻ, NT വേണു, കവി ജയപ്രകാശ് ഒളരി എന്നിവർ സംസാരിച്ചു. എളനാട് കുന്നുംപുറം മാർ ഇഗ്നാത്തിയോസ് ഏലിയ സിംഹാസന പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ തോമസ് നെടിയപാലക്കൽ കൊടിയേറ്റം നടത്തി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ. താലൂക്ക് തല സഹകരണ വാരാഘോഷം കൊടുങ്ങല്ലൂരിൽ നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AM സായുജ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ സമ്മാനദാനം നിർവഹിച്ചു. KR ചൈത്രൻ, TM നാസർ, അഡ്വക്കേറ്റ് KM മുഹമ്മദ്, നവാസ് ഷെയ്ൻ, TN വിനയൻ എന്നിവർ സംസാരിച്ചു. സാങ്കേതികവിദ്യയുടെ തട്ടുകളിലും ഭൂകവുമായിട്ട് ലോകവുമായിട്ട് എല്ലാം
കയ്പമംഗലം 3 പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ER ജോഷി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീന റഫീഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ്ണി ഷാജി, അനിൽ കാരയിൽ, നൌഷാദ് കൊറ്റായി, നസീർ വേളയിൽ, ഗോപി തറയിൽ എന്നിവർ സംസാരിച്ചു. പഴയന്നൂപ്പാടം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ പെരുന്നാൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഡോക്ടർ ഗീവർഗീസ് റംബാറ്റ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബുധനാഴ്ച ഭക്തസംഘടനകളുടെ വാർഷിക സമ്മേളനം നടക്കും. ഫാദർ സാം വർഗീസ്, ട്രസ്റ്റി TG വർഗീസ്, സെക്രട്ടറി NV ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവില്ലാമല പഞ്ചായത്ത് റോഡ് സ്വന്തം ചെലവിൽ യാത്രായോഗ്യമാക്കി മല്ലിച്ചിറ ഫാമിലി അസോസിയേഷൻ. ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. അസോസിയേഷൻ പ്രസിഡന്റ് M വേണു, സെക്രട്ടറി റോഷൻ ലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 20ഓളം പേർ ശ്രമദാനത്തിൽ പങ്കെടുത്തു. എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ച നീ ഫെസ്റ്റ് 10 സമർപ്പണ ചടങ്ങ് വികാരനിർഭരമായി. മുഖ്യാതിഥികളായ മറിമായം ഫെയിം സലീം ഹസൻ, സിനിമാ സീരിയൽ നടൻ ഷാജു ശ്രീധരൻ എന്നിവർ ചലച്ചിത്ര നടൻ നവാസിനോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ചു. ഇരുവരും ചേർന്ന് നവാസിന്റെ ഛായാചിത്രം അനുജൻ നിസാമിന് കൈമാറി. നീ ഫെസ്റ്റ് സമർപ്പണം നിർവഹിച്ചു. ബുധനാഴ്ച നീ ഫെസ്റ്റിന് തുടക്കമാകും. ചിച്ചാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന്റെ ഭാഗമായി വാഹന വെഞ്ചരിപ്പ് നടന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയേക്കൽ വെഞ്ചരിപ്പ് കർമ്മത്തിന് നേതൃത്വം നൽകി. ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് തിരുനാൾ. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ ആന്റണി ജോസഫ്, പബ്ലിസിറ്റി കൺവീനർ റിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നേപ്പാളിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു വന്നവർക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. നേപ്പാളിലെ ഗാഠ്മുണ്ടുവിൽ ഇന്റർനാഷണൽ വിന്റർ യൂത്ത് ഗെയിംസിൽ നടന്ന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ കണ്ടശം കടവ് സ്വദേശി KM ഹരി വെള്ളി മെഡലും, വനിതകളുടെ 65 വിഭാഗത്തിൽ പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി CS സൌമ്യ 2 സ്വർണ്ണ മെഡലുകളും കരസ്ഥമാക്കി. ചാവക്കാട് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയെ കാപ്പ നിയമം പ്രകാരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ നിന്നും നാടുകടത്തി. മണന്തല പ്ലാങ്ങാട് ബീച്ച് സ്വദേശി തെരുവത്ത് വിതിൽ ആട് ഷിഹാബ് എന്ന് വിളിക്കുന്ന ഷിഹാബിനെയാണ് 6 മാസത്തേക്ക് നാടുകടത്തിയത്. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ അമ്പതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ അജിത് കൊള്ളഞ്ഞൂർ കൊടിയേറ്റ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. 9 മുതൽ 12 വരെയാണ് തിരുനാൾ. കൈക്കാരന്മാരായ ജോൺസൺ, ഷാൻഡോ TJ, ക്ലിൻസ് തോമസ്, ജനറൽ കൺവീനർ വർഗീസ് ജോസ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന സ്മൃതി ചടങ്ങ് കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷനായിരുന്നു. ഗ്രന്ഥശാല പ്രവർത്തകൻ BA ഷിറാസ്, വൈസ് പ്രസിഡന്റ് ലിസി കോര, PK സുബ്രഹ്മണ്യൻ, MM മഹേഷ്, MK ഉസ്മാൻ, PV രാജു, അനിത ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി കൌൺസിൽ തൃശൂർ ജില്ലാ വനിതാ വായന മത്സരത്തിൽ ലൈബ്രറിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 2ാം സ്ഥാനം നേടിയ PK സുജിയെ ആദരിച്ചു.
മുൻ മന്ത്രി പി പി ജോർജിന്റെ 18ാം ചരമവാർഷികം ആചരിച്ചു. പുതുക്കാട് പി പി ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സെബി കൊടിയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പി പി ചന്ദ്രൻ, കെ എം ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, സുധൻ കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്തിന്റെ 50ാമത് ശാഖ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം കലാഭവൻ ഷാജോൺ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം ജെറോ സജീവ് അധ്യക്ഷത വഹിച്ചു. ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി. കമ്പനി സിഇഒ രാജേഷ് പാറശ്ശേരി, ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, കാർത്തിക തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുക ലഭ്യമാക്കുന്നതാണ് ഫ്യൂച്ചർ വെൽത്തിന്റെ പ്രധാന സവിശേഷതയെന്ന് അധികൃതർ അറിയിച്ചു. ഗോൾഡ് ലോൺ, മോർട്ട്ഗേജ് ലോൺ, ബിസിനസ് ലോൺ, ചെറുകിട കാർഷിക വായ്പാ പദ്ധതി, സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി എന്നിവയാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്ന പ്രധാന സേവനങ്ങൾ. പുതുവർഷത്തിൽ രാജ്യത്താകമാനം 25 പുതിയ ശാഖകൾ കൂടി ആരംഭിക്കാനാണ് പദ്ധതിയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, പാലക്കാട്, ചെർപ്പുളശ്ശേരി, വടക്കഞ്ചേരി, ചിറ്റൂർ, കൊല്ലങ്കോട്, ആലത്തൂർ, കൊഴിഞ്ഞാമ്പാറ, പഴയന്നൂർ എന്നിവിടങ്ങളിലും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലുമായി ഫ്യൂച്ചർ വെൽത്ത് ശാഖകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശാഖകൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. കമ്പനി ഇപ്പോൾ 1000 കോടി ടേൺ ഓവറും 750-ലേറെ ജീവനക്കാരുമായി മുന്നേറുകയാണ്. 5 വർഷത്തിനകം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ശാഖകൾ വ്യാപിപ്പിക്കുകയാണ് പുതിയ ലക്ഷ്യം. ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ വഴിയാണ് ഗ്രൂപ്പിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. അയ്യന്തോളിൽ ഹൌസിംഗ് ബോർഡിന് സമീപമുള്ള TMJ ആർക്കേഡിന്റെ 2ാം നിലയിലാണ് സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പരിചയസമ്പന്നരായ ഡയറക്ടർമാരുടെയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരുടെയും നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് സ്ഥാപനത്തിന്റെ ശക്തിയെന്നും സാമ്പത്തിക അച്ചടക്കവും ഉപഭോക്താക്കളോടുള്ള മാന്യമായ സമീപനവുമാണ് 8 വർഷത്തിനകം വൻ വികസനം സാധ്യമാക്കിയതെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,595 രൂപ, പവന് 1,760,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം. പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപക പരാതി. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധം. DYFI മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശബരിമലയിൽ നടന്നത് പോലുള്ള കൊള്ള തന്നെയാണ് പുനർജനി തട്ടിപ്പെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നേമത്ത് താൻ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി. കയ്പമംഗലത്ത് നിന്നും കാണാതായ 4 മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതർ. വള്ളത്തിലുള്ളവർ കരയിലുള്ളവരെ ഫോണിൽ വിളിച്ചതായി മത്സ്യത്തൊഴിലാളികൾ. കുന്നംകുളം തൃശൂർ റോഡിൽ ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടി പാചകവാതകം ചോർന്നു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടി പാചകവാതകം ചോർന്നത്. സംസ്ഥാനത്ത് കോഴിയിറച്ചിക്കും കോഴിമുട്ടയ്ക്കും വില കുതിക്കുന്നു. 1 മാസത്തിനിടയിൽ കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 45 രൂപയോളം വർദ്ധിച്ച് 165 രൂപയിലെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.